ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയല്ല, നല്ല കാര്യമാണ്. വിരലൊക്കെ നന്നായിട്ട് നെയിൽ പോളിഷൊക്കെ ചെയ്ത് ഭംഗിയായിട്ടുള്ള വിരലുകളൊക്കെ കാണുമ്പോൾ നല്ലതാണ് അല്ലേ? പക്ഷെ ക്ഷീര കർഷകരുടെ സ്ത്രീകളുടെ വിരലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഴിനകം കുത്തിയ വിരലുകളാണ്, കുഴിനകം കുത്തിയ വിരലുകളാണ് അവരുടെ വിരലുകൾ. ശ്രദ്ധിക്കണം, സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ യുഎന്റെ ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്, ഈ വകുപ്പ്. ഞാൻ പിന്നെ ബിന്ദു ആയതുകൊണ്ട് ഇത് നന്നായി നടത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ബിന്ദുവിന് കൊടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ? 70 ലക്ഷം ലിറ്ററാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ചെയ്യണം. 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്ക് കയറിയാണ്. ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട, വേറെ പുറത്തേക്ക് കൊണ്ട് വാല്യൂ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തത്, ഫുൾ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ പാലിന്റെ ഈ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും അല്ലേ, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500ഓളം സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ അല്ലേ, നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് തോന്നുന്നത് സൊസൈറ്റികളുടെ കീഴിൽ ഒരു 50% താഴെ ഉണ്ടാവുള്ളൂ ക്ഷീര കർഷകർ. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന്റെ അകത്തൊക്കെ ഒരു വല്ലാത്ത രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് തരാം, നല്ല പിന്തുണ തരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കും, വലിയ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, 1 കോടി ലിറ്റർ പാല് കേരളത്തിൽ 3 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് 3 കൊല്ലം കഴിയുമ്പോൾ നോക്കിയാൽ പോരാ, ഞാൻ ഇനി എല്ലാ 6 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യും പാലിന്റെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടോ ഇല്ലെന്ന്, പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ചെയ്യും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അഭിമാനത്തോടുകൂടി ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ പാലിന്റെ ക്വാളിറ്റി ഒരു കാരണവശാലും ഇത് കോംപ്രമൈസ് ചെയ്യരുത്.